രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം തമേവ ഭാന്തം അനുഭാതി സർവം തസ്യ ഭാസ സർവമിതം വിഭാതി. ഉപനിഷത്ത്. ഭാന്തം തമേവ, ഭാന്തം പ്രകാശിക്കുന്നവനായിട്ടുള്ള അതിനെ തന്നെ ആശ്രയിച്ചിട്ട് സർവം എല്ലാം സകല വസ്തുക്കളും പ്രകാശിക്കുന്നു. ആ പരമാത്മാവിന്റെ പ്രകാശത്തെ ആശ്രയിച്ചിട്ട് ബാക്കിയെല്ലാം പ്രകാശിക്കുന്നു. സൂര്യൻ സ്വയം പ്രകാശ ശേഷിയുള്ളതായ ഗോളമാണ് എന്നൊക്കെ നാം ധരിച്ചു വച്ചിരിക്കുന്നു. ഭൗതികശാസ്ത്രം അതുവരെ മാത്രമേ എത്തൂ. അതിനപ്പുറം പണ്ടേ പോയവരാണ് നമ്മുടെ ഋഷിവര്യന്മാർ. സൂര്യനെ പ്രകാശിപ്പിക്കുന്നത് ആ പരമാത്മാവാണെന്നറിയണം. സൂര്യന് സ്വയം പ്രകാശശേഷിയില്ല. അതിന്റെ പ്രകാശം വരുന്നത് അതിനപ്പുറത്തു നിന്നാണ്, സൂക്ഷ്മ മണ്ഡലത്തിൽ നിന്നാണ്. അഗ്നിക്ക് പ്രകാശശേഷി കിട്ടുന്നത് സൂര്യനിൽ നിന്നാണ്. മിന്നൽ പുണരിന് പ്രകാശശേഷി കിട്ടുന്നത് സൂര്യനിൽ നിന്നാണ്. ഇലക്ട്രിസിറ്റിക്ക് പ്രകാശശേഷി കിട്ടുന്നത് സൂര്യനിൽ നിന്നാണ്. നമ്മുടെ ഈ ജഗത്തിലെ സർവ്വപദാർത്ഥങ്ങൾക്കും പ്രകാശ ചൈതന്യം കിട്ടുന്നത് സൂര്യനിൽ നിന്നാണ്. ആ സൂര്യനെ തിളക്കുന്നത് ആ പരമാത്മാവാണ്. സകല നക്ഷത്രങ്ങളെയും തിളക്കുന്നത് ആ പരമാത്മാവാണ്. അതാണ് തമേവ ഭാന്തം, പ്രകാശിക്കുന്നവനായ അവനെ ആശ്രയിച്ചിട്ട് അനുഭാതി സർവം, ബാക്കിയെല്ലാം പ്രകാശിക്കുന്നു. തസ്യഭാസ സർവവിധം വിഭാതി. ആ പരമാത്മാവിന്റെ പ്രകാശം കൊണ്ടാണ് ഇതെല്ലാം പ്രകാശിക്കുന്നത്. അതില്ലെങ്കിലോ ഇതൊന്നും പ്രകാശിക്കില്ല. അങ്ങനെയുള്ള പരമാത്മാവ് അത് മാത്രമാണ് സ്വയം ജ്യോതിസ്, സ്വയം തെളിയുന്നവൻ, സ്വയം പ്രകാശിക്കുന്നവൻ. ബാക്കിയെല്ലാം പരമാത്മ ജ്യോതിസിന്റെ ഒരു നേരിയ അംശം കൊണ്ട് പ്രകാശിക്കുന്നവയാണ്. പരമാത്മ ജ്യോതിസ് പൂർണ്ണമായും സൂര്യനിലേക്ക് വരുന്നില്ല സൂര്യനെ പ്രകാശിപ്പിക്കാൻ. സൂര്യന്റെ ഈ പ്രകാശം നമുക്ക് നേരിട്ട് നോക്കാൻ പോലും കഴിയാത്ത അത്ര അധികം ഉഗ്രമാണ്. അങ്ങനെയുള്ള ഈ ഉഗ്രമായ പ്രകാശം പോലും ആ പരമാത്മ ജ്യോതിസിന്റെ അനന്തകോടിയിൽ ഒരംശം പോലും ആകുന്നില്ല. അത്ര നിസ്സാരമാണ്. അതിന്റെ മുന്നിൽ വളരെ നിസ്സാരം. ഈ സൂര്യനേക്കാളും വലിയ സൂര്യന്മാരാണ് നക്ഷത്രങ്ങൾ. അവയെല്ലാം ഒരുമിച്ച് കൂടിയാലും ആ പരമാത്മ ജ്യോതിസിന്റെ ഒരു നേരിയ അംശം പോലും ആകുന്നില്ല. അതാണ് ആ പരമാത്മ ജ്യോതിസ് എന്നറിയുക. അതിനെ ആശ്രയിച്ചിട്ടാണ് ഇത് മുഴുവൻ പ്രകാശിക്കുന്നത്. ആ പരമാത്മ ജ്യോതിസാണ് നിന്റെ ഉള്ളിലിരിക്കുന്നത്. ആ പരമാത്മ ജ്യോതിസാണ് ഈ ലോകത്ത് കാണപ്പെടുന്ന ജീവനുള്ളതും ജീവനില്ലാത്തതുമായ സർവ്വ പദാർത്ഥങ്ങൾക്കുള്ളിലും ഇരിക്കുന്നത്, പുറമേയും ഇരിക്കുന്നത്. ആ പരമാത്മ ജ്യോതിസാണ് മാറ്റമില്ലാത്തത്. ആ ജ്യോതിസാണ് നീ എന്നറിഞ്ഞുകൊള്ളൂ. നീ ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല. ആ ഒരു തെറ്റിദ്ധാരണയില് കാമക്രോധ ലോഭമോഹാദികൾക്ക് വഴങ്ങി നീ വില്ലുമെടുത്ത് ചാടിപ്പുറപ്പെടരുത്. അരുതാത്ത കർമ്മം ചെയ്യരുത്. ഈ വില്ല് ധർമ്മസംരക്ഷണത്തിന് വേണ്ടി തന്നിരിക്കുന്നതാണ്. ഇതൊരു നാടകമാണ് ലോകം. ഇവിടെ ധർമ്മസംരക്ഷണം പലപ്പോഴും വേണ്ടിവരും. അതിനു വേണ്ടിയിട്ട് മാത്രം തന്നിരിക്കുന്നതാണ് ഒരു നാടകത്തിന്റെ ഭാഗമെന്നുള്ള നിലയിൽ, അതിനുള്ള ഉപകരണം എന്നുള്ള നിലയിൽ. നാടകം നടക്കുമ്പോഴേക്കും സ്റ്റേജിൽ പല ഉപകരണങ്ങളും വേണം, എങ്കിലേ അവതരിപ്പിക്കാൻ പറ്റൂ. അതേപോലുള്ള ഒരു ഉപകരണം അത്രയേ ഉള്ളൂ ഈ നാടകത്തിൽ, ലോകമാകുന്ന ഭഗവത് ലീലയിൽ. അതല്ലാതെ ഇത് തന്റെ ശരീരത്തിന്റെ പേരിലുള്ള ഇഷ്ടാനിഷ്ടങ്ങളെ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. അങ്ങനെ സാധിക്കുകയുമില്ല. അങ്ങനെ ശുദ്ധം സ്വയം ജ്യോതി ആനന്ദപൂർണമായി ആ ആത്മാവ്, നീയാകുന്ന ആത്മാവ് ആനന്ദപൂർണമാണ് എന്നറിയുക. ആനന്ദഘരമാണ്,
ആത്മാവിന്റെ സ്വരൂപം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജ്ഞാനമെന്നും ആനന്ദമെന്നും ഒക്കെ പറയാൻ പറ്റൂ. ജ്ഞാനവും ആനന്ദവും രണ്ടാണോ? അല്ല, ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. നമ്മൾ രണ്ട് വാക്കുകൾ കൊണ്ട് പറഞ്ഞു. നമ്മുടെ മനസ്സിന് ഇതിനെ രണ്ടായിട്ട് മാത്രമേ ഗ്രഹിക്കാൻ കഴിയുന്നുള്ളൂ. അത് നമ്മുടെ മനസ്സിന്റെയും വാക്കുകളുടെയൊക്കെ പരിമിതിയാണ്. ഇതൊന്ന് തന്നെയാണ്. അങ്ങനെ ആനന്ദപൂർണമായി, തത്വാർത്ഥമായി, നിരാകാരമായി, നിത്യമായി, തത്വാർത്ഥം, തത്വമസി എന്നുള്ളതായ മഹാവാക്യത്തിന്റെ അർത്ഥമായിട്ട് അത് നീയാകുന്നു, ആ പരമാത്മാവ് നീയാകുന്നു. ഛാന്തോക്യ ഉപനിഷത്തിലെ മഹാവാക്യാണത്. പിതാവും ഋഷിയും ഗുരുവുമായിരിക്കുന്ന ഉദ്ദാലകാരുണി തന്റെ പുത്രനായ ശ്വേതകേതുവിന് കൊടുക്കുന്നതായ ഉപദേശമാണിത്. വേദങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു, എന്നിട്ട് തിരിച്ചു വന്നു. അച്ഛൻ ചോദിച്ചു, കുഞ്ഞേ, നീ വേദങ്ങളെല്ലാം പഠിച്ചുവല്ലോ? അതെ, പഠിച്ചു. എന്നാലും അറിയേണ്ടത് പൂർണ്ണമായും നീ ഗ്രഹിച്ചു കഴിഞ്ഞോ? ഇല്ല. അത് എനിക്ക് ഉപദേശിച്ചു തരണം എന്ന് ശ്വേതകേതു. അവിടെയാണ് അച്ഛൻ ബ്രഹ്മതത്വം, അതാണ് അതിന്റെ പരമം, ഉപദേശിക്കുന്നത്. ആ ബ്രഹ്മതത്വം ഉപദേശിച്ചിട്ട് അത് ഉദാഹരണങ്ങളിലൂടെ, അനേകം ഉദാഹരണങ്ങളിലൂടെ മനസ്സിലാക്കിച്ചു കൊടുത്തിട്ട് ആ ബ്രഹ്മം നീ തന്നെയാകുന്നു എന്ന് പറയുകയാണ്. തത് തോമസേ, ആ ബ്രഹ്മം നീ തന്നെയാകുന്നു. യാതൊന്നിലാണോ ഈ ലോകമുണ്ടാകുന്നത് അതാണ് ബ്രഹ്മം. യാതൊന്നിലാണോ ഈ ലോകം നിലനിൽക്കുന്നത് അതാണ് ബ്രഹ്മം. യാതൊന്നിലാണോ ഈ ലോകം ലയിക്കുന്നത് അതാണ് ബ്രഹ്മം. അല്ലയോ ശ്വേതകേതോ, തത് തോമസി, അത് നീയാകുന്നു. അങ്ങനെ തത്വാർത്ഥമായി തത്വമസി തുടങ്ങിയ മഹാവാക്യങ്ങളുടെ 4 മഹാവാക്യങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഓരോ മഹാവാക്യവും ഓരോ വേദത്തിൽ നിന്നായിട്ടാണ്. ഇനി ഈ മഹാവാക്യങ്ങൾക്ക് 4നും സമാനമായി തുല്യ പ്രാധാന്യമുള്ള വേറെയും വാക്യങ്ങൾ വേദങ്ങളിൽ ധാരാളമുണ്ട്. ഈ 4 വളരെ പ്രധാനം. അങ്ങനെ തത്വാർത്ഥമായി, നിരാകാരമായി, ആകൃതികളൊന്നുമില്ല ഈ ആത്മാവിന്. ശബ്ദത്തിന്റെ ആകൃതിയില്ല, സ്പർശത്തിന്റെ ആകൃതിയില്ല, രൂപത്തിന്റെ ആകൃതിയില്ല, രസത്തിന്റെ ആകൃതിയില്ല, ഗന്ധത്തിന്റെ ആകൃതിയില്ല. ഈ 5 ആകൃതികളെ പ്രപഞ്ചത്തിലുള്ളൂ. ഈ ആകൃതികളൊന്നും അതിനില്ല. ഇതിനതീതമാണത്. അതാണ് നിരാകാരമായി, നിത്യമായി, എന്നുമുള്ളതായിട്ട്. എന്നുമുള്ളത് കാലത്തിനതീതമാണ്. കാലത്തിനുള്ളിൽ നിൽക്കുന്നത് കാലം ഒഴുകുന്നതിനനുസരിച്ച് രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കും. നേരത്തെ പറഞ്ഞ 6 മാറ്റങ്ങൾ, അസ്ഥി ജായതേ വർദ്ധതേ വിപരിണമതേ അപക്ഷീയതേ നശ്യതീതി ഷഡ്വികാരവത് ഏതത് സ്ഥൂല ശരീരം. ശങ്കരാചാര്യസ്വാമികളുടെ വാക്യാണത് തത്വബോധത്തിൽ. ഇങ്ങനെയുള്ളതായ 6 മാറ്റങ്ങൾ ഈ സ്ഥൂല ശരീരത്തിനുണ്ട്, ഈ ലോകത്തിലുള്ള എല്ലാവരിനും ഉണ്ട്. ഇങ്ങനെയുള്ള 6 മാറ്റങ്ങൾ ഇല്ലാത്തതായിട്ട് ഒന്നേ ഉള്ളൂ. അത് ഈ ലോകത്തിന്റെ ഉള്ളിലല്ല, ലോക അതീതമാണ്. ഈ ലോകത്തിന് മുഴുവൻ താങ്ങും തണലുമായിട്ട് നിൽക്കുന്നു. ലോകം അതിന്റെ ഉള്ളിലാണ്. എന്നാൽ അത് ലോകത്തിൽ പുരളുന്നില്ല. ലോകത്തിന് അതിൽ പുരളാനും ശേഷിയില്ല. അങ്ങനെ നിത്യമായിട്ട് നിലനിൽക്കുന്നത് അത് മാത്രം, 6 മാറ്റങ്ങളില്ലാത്തത്, ഒരു മാറ്റം പോലും ഇല്ലാത്തത്. അങ്ങനെ കാലാതീതം എന്നർത്ഥം. കാലത്തിന്റെ പരിധി അവിടെ ഇല്ല. അങ്ങനെയുള്ളതാണ് അല്ലയോ ലക്ഷ്മണ, നീയാകുന്ന ആത്മാവ് ഈ ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല എന്ന് അറിഞ്ഞുകൊള്ളൂ എന്നിങ്ങനെ ബ്രഹ്മതത്വത്തെ ലക്ഷ്മണൻ ഉപദേശിക്കുന്നു. ശരീരമാണ് ഞാനെന്നുള്ള ധാരണയുമായിട്ട് ഈ ജഗത്തിൽ പ്രവർത്തിക്കുന്നവരാണ് എല്ലാ ജീവരാശിയും. അതിന്റെ പേരിലാണ് കലഹങ്ങളും കലാപങ്ങളും എല്ലാം. എന്നാൽ ഞാൻ ശരീരമല്ല, ആത്മാവാണ് എന്നറിയുമ്പോഴേക്കും ഈ കലാപം എല്ലാം അവസാനിക്കും. ശാശ്വതമായ ശാന്തി പുലരും. ഈ ലോകം മുഴുവൻ പരമാത്മമയമാണ് എന്ന് മനസ്സിലാക്കും. ഭഗവാന്റെ വിരാട് രൂപമാണ്, പരമാത്മാവിന്റെ വിരാട് രൂപമാണ് ഈ ജഗത്ത് എന്ന് മനസ്സിലാക്കും. എണ്ണിയാലൊടുങ്ങാത്ത തലകളും, എണ്ണിയാലൊടുങ്ങാത്ത കണ്ണുകളും, എണ്ണിയാലൊടുങ്ങാത്ത കാതുകളും, എണ്ണിയാലൊടുങ്ങാത്ത കൈകളും ഒക്കെയായിട്ട് സർവത്ര വ്യാപിച്ച് നിറഞ്ഞ് നിൽക്കുന്ന ആ വിശ്വരൂപൻ, അതാണ് ഭഗവാൻ, പരമാത്മാവ്.
ആ പരമാത്മാവിൻ്റെ അംഗമാണ് താനും എന്നറിഞ്ഞ് ഈ ജഗത്തിനെ മുഴുവൻ പരമാത്മാ പാദങ്ങളിൽ സമർപ്പിക്കപ്പെട്ടതായ പുഷ്പങ്ങളാൽ ആരാധിക്കും. തൻ്റെ മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും പ്രാണങ്ങളെ കൊണ്ടും ശരീരത്തെ കൊണ്ടും എന്തെല്ലാം സേവനങ്ങൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം സേവന പുഷ്പങ്ങളായി ഈ വിരാട് രൂപന്റെ പാദങ്ങളിൽ സമർപ്പിക്കും. അതിൻ്റെ ഫലമായിട്ട് ആത്മജ്ഞാനം തെളിഞ്ഞു വരും. ഇങ്ങനെ മനുഷ്യര് ജഗത്തിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്ത് കലാപം ഉണ്ടാവില്ല. പരമമായിരിക്കുന്ന ശാന്തി അപ്പോഴാണ് ഉണ്ടാവുക. അതിനു വേണ്ടിയിട്ട് ഈ ജ്ഞാനം നാം നേടിയെടുക്കണം. ലക്ഷ്മണൻ കലാപത്തിന് ചാടിയിറങ്ങിയപ്പോഴേക്കും ഭഗവാൻ ലക്ഷ്മണനെ സാന്ത്വനപ്പെടുത്തുന്നത് ഈ ജ്ഞാന ഉപദേശത്തിൽ കൂടിയാണ്. ലക്ഷ്മണൻ കലാപത്തിനിറങ്ങിയത് ലക്ഷ്മണൻ രാക്ഷസീ ബുദ്ധി ആയതുകൊണ്ടല്ല, പിന്നെയോ ദൈവീ ബുദ്ധി തന്നെയാണ്. പക്ഷേ എല്ലാ കാര്യവും പൂർണ്ണമായി ചിന്തിച്ചില്ല. ജ്യേഷ്ഠനുള്ള സ്നേഹാധിക്യം കൊണ്ട് ബാക്കി കാര്യങ്ങൾ മറന്നു. ജ്യേഷ്ഠന്റെ കർത്തവ്യം എന്താണ്, തനിക്ക് ജ്യേഷ്ഠനോടും അച്ഛനോടുമുള്ള കർത്തവ്യം എന്താണ് എന്ന് പ്രത്യേകിച്ച് എടുത്ത് ചിന്തിച്ചില്ല. ആ ഒരു നോട്ടപ്പിശക് അതാണ് ലക്ഷ്മണന് പറ്റിയത്. സാത്വികീ ബുദ്ധികൾക്ക് ഇങ്ങനെയും പറ്റാം. ആ അവസരത്തിൽ തക്കതായൊരു ഗുരുനാഥൻ വേണ്ടുന്നതായ ജ്ഞാനം പകർന്ന് അവരെ അപകടത്തിൽ ചെന്ന് ചാടാതെ തെറ്റായുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കാതെ അവരെ ശരിയുടെ മാർഗത്തിലേക്ക്, ധർമ്മത്തിന്റെ മാർഗത്തിലേക്ക് നയിക്കും. അതാണ് നാം ഇവിടെ കാണുന്നത്. ലക്ഷ്മണനാകുന്ന ശിഷ്യൻ രാമനാകുന്ന ഗുരു. രാമൻ പരമാത്മാവാണ്. ശ്രീരാമൻ പരമാത്മാ, പരമാനന്ദമൂർത്തി, അദ്ദേഹമാണ് ഗുരു. ലക്ഷ്മണൻ ശിഷ്യൻ. നാം എല്ലാം ലക്ഷ്മണന്മാരാണ്, ലക്ഷ്മണന്മാരായി തീരണം. അപ്പോൾ ആ മഹാഗുരുവിൻ്റെ വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ എല്ലാം നമുക്ക് ഉപനിഷത്തായി മാറും. നമുക്ക് മഹാജ്ഞാനത്തെ ഹൃദയത്തിൽ ഉണർത്തുന്നതായ മഹാഗംഗയായി മാറും. ലക്ഷ്മണന്റെ ജീവിതം രാമനോടൊപ്പമാണ് നമ്മളിതാ കാണുന്നു. രാമനെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും ലക്ഷ്മണനില്ല. അങ്ങനെ ആ ഗുരുവിനോടൊപ്പം അന്തേവാസിയായിട്ട് ആ ഗുരുവിന് സേവനങ്ങൾ അദ്ദേഹത്തിൻ്റെ പാദ താമരപ്പൂക്കളിൽ സമർപ്പിച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ട് ഏതൊരു കഷ്ടപ്പാടും സ്വയം സ്വീകരിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തെ തപോമയമാക്കുന്ന ലക്ഷ്മൺ. അതാണ് ഈ അധ്യാത്മരാമായണത്തിൽ നമ്മൾ നേരിട്ട് കാണുന്ന വാൽമീകി രാമായണത്തിൽ കാണുന്നതും ആ ലക്ഷ്മണൻ തന്നെ. ലക്ഷ്മണന് ഒരു വ്യത്യാസവുമില്ല, രാമന് ഒരു വ്യത്യാസവുമില്ല. വാൽമീകിയുടെ രാമൻ പരമാത്മാവ് തന്നെ, വാൽമീകിയുടെ ലക്ഷ്മണൻ ആ പരമാത്മാവിൻ്റെ ശിഷ്യൻ തന്നെ, യാതൊരു വ്യത്യാസവുമില്ല. ഇത് ലക്ഷ്മണന്റെ മനസ്സിൽ ഈ വാക്കുകൾ പൂർണ്ണമായും ചെന്നു. ഞാൻ മനസ്സോ ബുദ്ധിയോ അഹങ്കാരമോ ഒന്നുമോ അല്ല, ഞാൻ ബ്രഹ്മം തന്നെയാണ് എന്ന് അനുഭവിച്ചറിഞ്ഞു. ഇതിപ്പോ ബൗദ്ധികമായി ലഭിച്ചതായ ജ്ഞാനം. രാമന്റെ വാക്കുകളിൽ കൂടി ലക്ഷ്മണന്റെ ബുദ്ധിയിൽ പകർന്നു കിട്ടിയതായ അറിവാണിത്. ഇത് ഈ അധ്യാത്മവിദ്യയുടെ തുടക്കം മാത്രം. ഈ പകർന്നു കിട്ടിയ ജ്ഞാനം പരോക്ഷമാണ്. കേട്ടറിഞ്ഞു, വായിച്ചറിഞ്ഞു, പരോക്ഷമാണത്. അത് പ്രത്യക്ഷ ജ്ഞാനത്തിലേക്ക് എത്തണം. അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട് ആദ്യം പരോക്ഷ ജ്ഞാനം ഉണ്ടായേ പറ്റൂ. നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യം എന്താണെന്ന് അറിഞ്ഞിട്ടല്ലേ നമുക്ക് പ്രയത്നിക്കാൻ പറ്റൂ, പ്രത്യക്ഷ ജ്ഞാനത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റൂ. അതിനുവേണ്ടി പരോക്ഷ ജ്ഞാനം ആദ്യം വേണം. അതാണ് ഇവിടെ നൽകപ്പെട്ടിരിക്കുന്നത്. ഇനി അതിനു വേണ്ടിയിട്ടുള്ള സാധനകൾ ചെയ്യണം. അനുഷ്ഠാനങ്ങൾ, ഭക്തിയുടെ മാർഗമുണ്ട്, കർമ്മത്തിൻ്റെ മാർഗമുണ്ട്, രാജയോഗത്തിൻ്റെ മാർഗമുണ്ട്, ജ്ഞാനയോഗത്തിൻ്റെ മാർഗമുണ്ട്. ഇങ്ങനെ അനേകം മാർഗങ്ങളുണ്ട്. അവരവരുടെ മനസ്സിനിണങ്ങുന്നതായ മാർഗത്തിലൂടെ ഈ ലഭിച്ചതായ ബൗദ്ധികമായി ലഭിച്ചതായ അറിവിനെ നമ്മുടെ പ്രത്യക്ഷമായ അനുഭവമാക്കി മാറ്റാൻ വേണ്ടുന്നത് നാം ചെയ്യണം. അതിനാണ് ഉപാസന എന്നും സാധന എന്നുമൊക്കെ പറയുക. അനേകം മാർഗങ്ങളുണ്ട് അതിന്. ഏത് മാർഗം വേണമെങ്കിലും സ്വീകരിക്കാം. എല്ലാ മാർഗങ്ങളും എത്തിച്ചേരുന്നത് പരമമായ ഒരൊറ്റ ലക്ഷ്യത്തിൽ തന്നെയാണ്. അത് ജീവിതത്തെ സമ്പന്നമാക്കി തീർക്കുന്നു, സമൃദ്ധമാക്കി തീർക്കുന്നു, ഈ ജഗത്തിലെ സകല പരിമിതികൾക്കും അതീതമാക്കി തീർക്കുന്നു.
നിർഗുണ നിരാകാര ബ്രഹ്മമാണ് ഞാനെന്നുള്ള പ്രത്യക്ഷമായ അനുഭവത്തിൽ അഹം ബ്രഹ്മാസ്മി, ബൃഹദാരണ്യക ഉപനിഷത്തിലെ മഹാവാക്യാണത്. അവിടെ നമ്മെ കൊണ്ടെത്തിക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ളതായ സാധനങ്ങൾ ചെയ്യണം. പരോക്ഷമായി അറിഞ്ഞു കഴിഞ്ഞാൽ, അത് ശരിയാണ് എന്ന് യുക്തി കൊണ്ട് ഉറപ്പായി കഴിഞ്ഞാൽ, യുക്തി കൊണ്ട് ഈ പറഞ്ഞ വാക്കുകളെയെല്ലാം പരീക്ഷിച്ചു നോക്കണം. അതിനുള്ളതായ മാർഗങ്ങളും യുക്തി കൊണ്ടുള്ളതായ പരീക്ഷണങ്ങളും ശങ്കരാചാര്യസ്വാമികളുടെ പ്രകരണ ഗ്രന്ഥങ്ങളിൽ നമുക്ക് ലഭിക്കും. അങ്ങനെ പരീക്ഷിച്ച് യുക്തി കൊണ്ട് ഇത് ശരിയാണ് എന്ന് ഉറപ്പിച്ച് പിന്നെ അത് ലഭിക്കാൻ വേണ്ടിയുള്ള സാധനകൾ ചെയ്യണം. ജീവിതം സാധനാമയമാകണം. അതിനുള്ള പദ്ധതിയാണ് തുടർന്ന് ഭഗവാൻ പറയുന്നേ. സാരജ്ഞനായ നീ കേൾ, സുഖദുഃഖതം പ്രാരബ്ധമെല്ലാം അനുഭവിച്ചിടണം. നീ സാരഗ്രഹിച്ചു കഴിഞ്ഞു ജീവിതത്തിന്റെ, പ്രപഞ്ചത്തിന്റെ. അങ്ങനെയുള്ള നീ, സാരത്തെ അറിഞ്ഞ നീ, പ്രാരബ്ധത്തെ മുഴുവൻ അനുഭവിക്കണം. അത് സുഖത്തെയും ദുഃഖത്തെയും നൽകുന്നതാണ്. പല പ്രകാരത്തിലുള്ള കർമ്മവാസനകളെയുമായിട്ടാണല്ലോ നാം ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അതിനാണ് പ്രാരബ്ധം എന്ന പേര്. സുഖതമായിട്ടുള്ള കർമ്മവാസനകൾ സുഖത്തെ നൽകും, ദുഃഖതമായിട്ടുള്ള കർമ്മവാസനകൾ ദുഃഖത്തെ നൽകും. എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, സുഖമായാലും ദുഃഖമായാലും നീ തുല്യമായി കാണണം. തുല്യമായി കണ്ടുകൊണ്ട് അതിനെ എല്ലാറ്റിനെയും പൂർണ്ണമായും സസന്തോഷം, സന്തുലിത മനസ്സോടുകൂടിയിട്ട് നീ അഭിമുഖീകരിക്കണം. സാരജ്ഞനായ നീ കേൾ, സുഖദുഃഖതം പ്രാരബ്ധമെല്ലാം അനുഭവിച്ചിരണം. ജീവിതത്തിൽ ദുഃഖങ്ങൾ വരുന്നു എന്ന് കരുതിയിട്ട് അവിടെ നിന്നിട്ട് ഒളിച്ചോടാൻ തുടങ്ങരുത്. കർത്തവ്യങ്ങളിൽ നിന്നിട്ട് ഒളിച്ചോടുന്നയാൾ ഒരിക്കലും രക്ഷപ്പെടില്ല. വീണ്ടും കർത്തവ്യങ്ങൾ എല്ലാം അനുഷ്ഠിക്കുക തന്നെ വേണ്ടിവരും. ഏതൊക്കെ ഇട്ടെറിഞ്ഞോടിയോ അതെല്ലാം അനുഷ്ഠിക്കേണ്ടി വരും. ചിലപ്പോൾ അതിന് ജന്മങ്ങൾ കാത്തിരിക്കേണ്ടിയും വരും. അതുകൊണ്ട് കർത്തവ്യങ്ങൾ മുമ്പിൽ വരുമ്പോഴേക്കും അതെല്ലാം ഭംഗിയായിട്ട് ശാസ്ത്രോക്തമായ രീതിയിൽ സാത്വിക ബുദ്ധിയോടുകൂടിയിട്ട് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് ഭഗവത് പാദങ്ങളിൽ അർപ്പിച്ചതായ പൂജയ എന്നുള്ള സങ്കല്പത്തോടു കൂടിയിട്ട് ഭംഗിയായിട്ട് നിർവഹിക്കുക. പ്രാരബ്ധം മുഴുവൻ അനുഭവിക്കുക. സുഖമോ സന്തോഷം, ദുഃഖമോ സന്തോഷം, ലാഭമോ സന്തോഷം, നഷ്ടമോ സന്തോഷം, ഇങ്ങനെ എല്ലാം സന്തോഷം. ഒന്നിലും ദുഃഖമില്ല, ഒന്നിലും വിപരീത ഭാവനയില്ല. എല്ലാത്തിനെയും തുല്യമായി കാണുന്നു. അതാണ് കർമ്മ യോഗത്തിൻ്റെ അവസ്ഥ. ഭഗവത്ഗീതയിലെ 2, 3 തുടങ്ങിയതായ അധ്യായങ്ങളിൽ വളരെ വിശിഷ്ടമായിട്ട് അത് ചർച്ച ചെയ്യുന്നു. തുടർന്നുള്ള അധ്യായങ്ങളിലും നമുക്ക് അത് കേൾക്കുവാനായി സാധിക്കും. അങ്ങനെ ഈ പ്രാരബ്ധം ചെയ്യേണ്ടത് എന്തൊക്കെയാണോ അതെല്ലാം നീ ഭംഗിയായി നിർവഹിച്ച് അതിൻ്റെ സുഖദുഃഖാദികളെല്ലാം ഏറ്റെടുത്തുകൊള്ളുക. സന്തുലിത മനസ്സോടുകൂടിയിട്ട് അതിനെ നീ സഹിക്കുക. കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കവേ നിർമ്മായം ആചരിച്ചിടുകന്തേ വരൂ. കർത്തവ്യങ്ങളെല്ലാം ചെയ്യണം. ഒരു കർത്തവ്യത്തിൽ നിന്നിട്ടും ഒളിച്ചോടരുത്. കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് ചെയ്യണം. അത് നിർമ്മായം, യാതൊരു കാപട്യമില്ലാതെ, മറ്റുള്ളവരുടെ മുന്നിൽ ഒരു അഭിനയം ആവരുത്. ചെയ്യുന്നതെല്ലാം, ചെയ്യേണ്ടതെല്ലാം ആത്മാർത്ഥമായിട്ട് നിർവഹിക്കുക. അങ്ങനെ കർമ്മങ്ങൾ സംഘങ്ങൾ ഒന്നിലും കൂടാതെ, കർമ്മഫലങ്ങളിൽ കാംക്ഷയും കൂടാതെ, കർമ്മങ്ങളെല്ലാം വിധിച്ചവണ്ണം പരബ്രഹ്മണി നിത്യെ സമർപ്പിച്ച് ചെയ്യണം. ഒന്നിലും സംഘം ഉണ്ടാവരുത്. സുഖത്തിലായാലും ശരി, ദുഃഖത്തിലായാലും ശരി സംഘം വേണ്ട. ഒന്നിലും വിരോധവും വേണ്ട. സുഖമായാലും ദുഃഖമായാലും. കർമ്മഫലത്തിൽ ആഗ്രഹവും വേണ്ട. കർമ്മങ്ങൾക്ക് അതിൻ്റെതായ ഫലമുണ്ട്. അത് വരേണ്ട സമയത്ത് വരും, പോവേണ്ട സമയത്ത് പോവും. അതൊക്കെ ചെയ്തോളൂ. അതിലൊന്നിലും ഒരു ആസക്തിയും വേണ്ട. ആ കർമ്മങ്ങളെല്ലാം വിധിച്ചവണ്ണം ചെയ്യണം. അതെല്ലാം പരബ്രഹ്മത്തിൽ സമർപ്പിച്ച് ചെയ്യണം. വിരാട് രൂപനായി നിൽക്കുന്ന ആ പരമാത്മാവിനെ കണ്ടുകൊണ്ട് ആ പാദങ്ങളിൽ സമർപ്പിച്ച് ചെയ്യുക. അങ്ങനെ ചെയ്ത് മനസ്സിന് ശുദ്ധി വരുമ്പോഴേക്കും ഈ വിരാട് രൂപൻ ആ നിർഗുണ നിരാകാര ബ്രഹ്മം തന്നെയാണെന്ന് പ്രകാശപൂർണമായി അനുഭവവേദ്യമായി തീരും. അപ്പോൾ നീ പൂർണ്ണതയിൽ എത്തിച്ചേരും. അങ്ങനെ നിരന്തരം ഭഗവത് സേവനമായിട്ട് കർമ്മങ്ങൾ ചെയ്തുകൊള്ളൂ എന്ന് ലക്ഷ്മണനെ ഭഗവാൻ ഉപദേശിക്കുന്നത് നാം കേൾക്കും. ഈ വാക്കുകളെല്ലാം ലക്ഷ്മണന്റെ ഹൃദയത്തിനുള്ളിലേക്ക് കടന്നു ചെന്നു. സാരമായ മാറ്റമാണ് അവിടെ ഉണ്ടായത്.
തുടർന്ന് ലക്ഷ്മണൻ അതേ പ്രകാരത്തിൽ തൻ്റെ ജീവിതം മുഴുവൻ നയിക്കുകയാണ്. ഊണിലും ഉറക്കത്തിലും എല്ലാറ്റിലും ഒരു വ്യത്യാസവും കൂടാതെ ഭഗവത് സമർപ്പിതമായ ജീവിതം. ഇതുവരെ രാമൻ എന്നുള്ള ജ്യേഷ്ഠനിൽ സമർപ്പിതമായ ജീവിതം. ഇപ്പോൾ ആ രാമൻ തന്നെയാണ് എല്ലാം എന്നറിഞ്ഞ്, സകല ലോകവും രാമൻ തന്നെയാണ് എന്നറിഞ്ഞ് ആ പരമാത്മാവിൻ്റെ പാദങ്ങളിൽ സമർപ്പിതമായ ജീവിതം അത് നയിക്കുകയാണ് ലക്ഷ്മണൻ. തുടർന്ന് രാമൻ ലക്ഷ്മണന്റെ മുന്നിൽ വച്ചിട്ട് അമ്മയെ സാന്ത്വനപ്പെടുത്തി. അച്ഛനൻ ദുഃഖിക്കാതെ ക്ലേശിക്കാതെ അച്ഛൻ്റെ ദുഃഖത്തെയെല്ലാം വാക്കുകൾ കൊണ്ടും അതേപോലെ തന്നെ സേവനം കൊണ്ടും ദൂരീകരിച്ച് അച്ഛനെ രക്ഷിക്കണം, അത് അമ്മയുടെ ചുമതലയാണ് എന്നെല്ലാം പറഞ്ഞ് കൗസല്യയെ വല്ലവിധേയനെയും സമാധാനിപ്പിച്ച് 14 വർഷം കഴിയുമ്പോഴേക്കും ഞാൻ മടങ്ങി വന്ന് ഈ പാദത്തിൽ നമസ്കരിച്ചു കൊള്ളാം എന്ന് ഉറപ്പും കൊടുത്ത് രാമൻ അവിടുന്ന് പുറപ്പെടാൻ തുടങ്ങുകയാണ്. അപ്പോൾ ലക്ഷ്മണൻ രാമനോട് പറഞ്ഞു, അല്ലയോ ഭഗവാനെ, എൻ്റെ ഉള്ളിലുണ്ടായിരുന്നതായ സംശയങ്ങൾ ഒക്കെ നീങ്ങി. പൂർണ്ണമായിട്ടും എൻ്റെ മനസ്സ് ഇതാ സംശയങ്ങളെല്ലാം അകന്ന് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഈ അവസ്ഥയിൽ ഞാൻ അറിയുന്നു, ഭഗവത് സ്വരൂപിയായിരിക്കുന്ന അങ്ങയെ സേവിക്കുകയാണ് എൻ്റെ കർത്തവ്യം എന്ന്. അതുകൊണ്ട് അങ്ങയോടൊപ്പം കാനനത്തിൽ സഞ്ചരിച്ച് അങ്ങയെ സേവിക്കുവാൻ എനിക്ക് അനുവാദം തരണം. ലക്ഷ്മണൻ അഭ്യർത്ഥിക്കുകയാണ്. രാമൻ അനുവദിച്ചു. രാമന്റെ ഉപദേശം ഫലിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ വിദ്യാർത്ഥി ആ ക്ലാസ്സിൽ 100 മാർക്കിന് 100 മാർക്കും നേടി ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. തന്നോടൊപ്പം കാനനത്തിലേക്ക് വരാൻ പുറപ്പെട്ട ലക്ഷ്മണനെ രാമൻ അംഗീകരിച്ചു. വന്നുകൊള്ളൂ എന്ന് പറഞ്ഞു.